താമരശ്ശേരിയിൽ മുസ്ലിം പള്ളിക്കുള്ളിൽ കയറി വീഡിയോ ചിത്രീകരിക്കുകയും വിദ്വേഷ പ്രചരണം നടത്തുകയും ചെയ്ത യുവാവിനെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. താമരശ്ശേരി കാരാടി ആലിക്കുന്നുമ്മൽ അഭിജയാണ് പിടിയിലായത്. ഉള്ളിൽ കയറി ജയ് ശ്രീറാം വിളിക്കുമെന്ന് പറഞ്ഞാൽ വിളിക്കുമെന്നും പറഞ്ഞ് ജയ് ശ്രീറാം വിളിക്കുന്നതാണ് ഒരു വീഡിയോയിലുള്ളത്. രണ്ടാമത്തെ വീഡിയോയിൽ മുസ്ലിങ്ങളെ അസഭ്യം പറയുന്നതാണ്. പള്ളി കയറി ജയ് ശ്രീറാം വിളിക്കുന്ന പറഞ്ഞാൽ വിളിക്കും. ഇനി അടുത്ത മണിക്കൂർ വരാൻ പോകുന്ന ഈ വാർത്തയുടെ വിശകലനം ഞാൻ നേരത്തെ ഒന്ന് ഗസ് ചെയ്യട്ടെ. താമരശ്ശേരിയിൽ മുസ്ലിം പള്ളിക്കുള്ളിൽ യുവാവ് നടത്തിയ മതവിദ്വേഷ പ്രചരണം പോലീസിന്റെ കൃത്യമായ നിരീക്ഷണത്തിലൂടെ പ്രതി മാനസിക രോഗിയാണെന്ന് കണ്ടെത്തി. നമ്മളത് കുറെ നാളുകൊണ്ട് കേൾക്കുകയല്ലേ, നമുക്കിതൊക്കെ ചിരപരിചിതമായില്ലേ? ഇത്തരം മാനസിക രോഗികളെ പടച്ചുവിടുന്ന ആരാണെന്നും ഏത് ദർശനത്തിന്റെ പേരിലാണെന്നൊക്കെ നമ്മൾ അറിയുന്നില്ലേ? നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഒറ്റയാൽ പോരാട്ടമോ അല്ലെങ്കിൽ ഒരു സംഘം ചേർന്ന് ഇത്തരം ആളുകളെ പ്രതിരോധിക്കുന്നതിന് പകരം ഒരു ഗവൺമെന്റിൽ വിശ്വാസം അർപ്പിച്ചതുകൊണ്ട് മതേതരത്വ മൂല്യം മുറുകെ പിടിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട് എന്ന വിശ്വാസത്തിലാണ് അത്തരം ആളുകളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയും അവർ ഇത്തരം കാര്യങ്ങളിൽ ഒരു സമഭാവനയോടുകൂടി നിലപാട് സ്വീകരിക്കുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചത്. പക്ഷേ മൗനികളാണ്. ഒരു വിഷയത്തിലല്ല, ഒരുപാട് വിഷയത്തിൽ മൗനികളാണ്. അതിൻ്റെയൊക്കെ പ്രതിഫലനം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളൊക്കെ കണ്ടതാണല്ലോ. ഇനിയും അത് നിതാന്തമായി തുടരുമെന്നാണ് പറയാനുള്ളത്. കാരണം രണ്ട് കൈ കൂട്ടിയടിക്കുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നത്. ഗവൺമെന്റ് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതേ പ്രതികരണം തിരിച്ചു മറ്റു ആകാത്തത് കൊണ്ടല്ല, ഇതൊക്കെ എല്ലാവർക്കും കഴിയുന്നൊരു സംഗതിയാണ്. പക്ഷേ മതം എന്ന് പറയുന്നൊരു സാധനം നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. ഈ മതം എന്തിനാണ് പഠിക്കുന്നത്? മനുഷ്യനെ മതം ധാർമ്മിക ജീവിയാക്കി മൂല്യമുള്ളവനാക്കി മാറ്റുന്നില്ല എങ്കിൽ അതിന്റെ പേര് മതമെന്നല്ല, ഈ ആനക്ക് പൊട്ടുന്ന ഒരുതരം മതമുണ്ട്, അതാണെന്ന് ഈ അവസരത്തിൽ പറയുക. അങ്ങനെ മതം പൊട്ടി നടക്കുന്ന മനുഷ്യർ വരുമ്പം അവരെ പോലെ തിരിച്ചു മതം പൊട്ടാൻ നടന്നാൽ ഈ രാജ്യത്ത് ഒരു മനുഷ്യന് സമാധാനം ഉണ്ടാവില്ല, ആർക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയില്ല. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? മനുഷ്യർക്കിടയിൽ സഹജീവി സ്നേഹത്തെക്കുറിച്ചും മൂല്യത്തെക്കുറിച്ചും പഠിപ്പിക്കുക. മതങ്ങളൊക്കെ അതല്ലേ പറയുന്നത്. ഇനി എന്നെ കേൾക്കുന്ന സന്യാസി വര്യന്മാരായ ഒട്ടനവധി ആളുകളുണ്ട്. നിങ്ങളോട് സ്നേഹത്തോടുകൂടി പറയുകയാണ്, ഇത്തരം തെമ്മാടിത്തരങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ 100,000 കാര്യങ്ങൾ മദ്രസ അധ്യാപകരുടെ ക്ഷേമ പെൻഷനും ആ പെൻഷൻ ഈ പെൻഷൻ കൊടുക്കുന്നതൊക്കെ വ്യാജം പറഞ്ഞ് നിങ്ങൾ ലീഡ് ചെയ്യലുണ്ടല്ലോ. ഒരാളെങ്കിലും വന്ന് സ്നേഹത്തെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. സമീപകാലത്ത് എത്ര ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങൾ തകർക്കപ്പെട്ടു, അതിൽ പിടിക്കപ്പെട്ട പ്രതികളെല്ലാം അതേ ദർശനം ഉൾക്കൊള്ളുന്നവരല്ലേ? അതിനു മുമ്പ് എന്തെല്ലാം വിദ്വേഷ പ്രചരണങ്ങൾ മുസ്ലിങ്ങളാണ് വിഗ്രഹാരാധനക്കെതിരായതുകൊണ്ട്. വിഗ്രഹാരാധനക്ക് ഞങ്ങൾ മാത്രമല്ല എതിര് കേട്ടോ, നമ്മൾ മനസ്സിലാക്കണം. വിഗ്രഹാരാധനക്ക് മുസ്ലിങ്ങൾ മാത്രമല്ല, പാരമ്പര്യം പറഞ്ഞാണല്ലോ പല ആളുകൾ ലീഡ് ചെയ്യുന്നത്. വിഗ്രഹാരാധന ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള വിശ്വാസ ദർശനമാണ് ആര്യ സമാജക്കാർ. ആര്യ സമാജക്കാരും വിഗ്രഹാരാധനക്കെതിരാണ് കേട്ടോ, ഞങ്ങൾ മാത്രമല്ല. അപ്പൊ അതൊന്നും പറഞ്ഞ് വിഗ്രഹാരാധനക്കെതിരാണ് ഒരു സമൂഹം, അതുകൊണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളും അമ്പലങ്ങളും ഒക്കെ കവരാൻ പോവുകയാണ്. എന്റെ പൊന്നു സുഹൃത്തെ, ഞങ്ങൾക്ക് 100,000 പണികൾ വേറെയുണ്ട്. ഇവിടുത്തെ ക്ഷേത്രങ്ങൾ, അതിന്റെ വരുമാനങ്ങൾ, അവിടുത്തെ ആചാരങ്ങൾ ഇതൊക്കെ തടയുകയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പരിഹസിക്കലൊന്നും ഞങ്ങളുടെ പണിയല്ല, ഞങ്ങളതിന്റെ ആളുകളുമല്ല. ഞങ്ങളുടെ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നലെ തന്നെ എന്റെ പള്ളിക്ക് മുമ്പിൽ 3 സ്ത്രീകൾ, ഒരാളുടെ ഭർത്താവ് ഡയാലിസിസ് ചെയ്യുന്ന, അവർക്ക് സുഖമില്ല, കിഡ്നി പോയതാണ്, വേറെ 2 രോഗികളായ സ്ത്രീകൾ, ഇവരെല്ലാം മറ്റു മതങ്ങളിലുള്ളവരാണ്. അവരൊക്കെ നമ്മുടെ പള്ളിയുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ നിങ്ങൾ ഏത് ദർശനത്തിന്റെ ആളുകളാണ്, നിങ്ങൾ എന്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചിട്ടല്ല, പള്ളിയുടെ മൈക്കിലൂടെ പ്രസംഗിക്കുന്ന അള്ളാഹു ഏകനാണെന്ന് പറയുന്ന, അള്ളാഹു വിശ്വസിക്കണമെന്ന് പറയുന്ന ആ മൈക്കിലൂടെ തന്നെയാണ് പറയുന്നത്, നമ്മുടെ പള്ളിയുടെ വാതിൽക്കൽ സഹോദര സമുദായത്തിൽപ്പെട്ട 3 സ്ത്രീകൾ വന്നിരിക്കൊണ്ട് അവരെ സഹായിക്കണമെന്നൊക്കെ പറയുന്നത്. അതിലൊന്നും നമുക്കൊരു കുറവില്ല. കാരണം എന്താ പറയുക, മതം എന്നുള്ളത് മനുഷ്യനെ സാംസ്കാരികമായി ഉയർത്തുന്നില്ല എങ്കിൽ അതിന് മതമെന്നല്ല, ആനക്ക് പൊട്ടുന്ന മതം എന്ന് പറയണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് തന്നെ. അതുകൊണ്ട് ഈ യുവാവിനോട്, അതേ പ്രായമുള്ള മക്കളോടൊക്കെ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ദർശനങ്ങളൊക്കെ ഒന്ന് പഠി, ആ മതത്തെ നിങ്ങളൊന്ന് പഠി. അപ്പൊ നിങ്ങൾക്ക് സ്നേഹിക്കാനേ കഴിയൂ, മറ്റുള്ളവർ ഉൾക്കൊള്ളാനേ കഴിയൂ. എന്തിനാണ് ഈ അന്യമത വിദ്വേഷം? എന്ത് ഗുണമാണ് ഇതൊക്കെ ഉണ്ടായത്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. തിരിച്ച് നമ്മൾ ആരെങ്കിലുമാണ് ഒരു അല്ലാഹു അക്ബർ പള്ളിയുടെ നടയിൽ നിന്ന് വിളിച്ചിരുന്നെങ്കിൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും അത്തരം വാക്കുകൾ, അങ്ങനെ ഒരു വാക്കുകളെങ്കിലും മറ്റു മതത്തെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടൊരു വാക്ക് പോലും നമ്മൾ എന്റെ കാര്യമാണ് പറയുന്നത്. ഞാനടക്കമുള്ള ഞാൻ ഉൾക്കൊള്ളുന്ന സംഘടനാ പ്രസ്ഥാനം ഈ നാട്ടിലുള്ള കേരളത്തിലുള്ള മതസംഘടനയൊക്കെ അങ്ങനെ തന്നെ. ആരെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടോ? നമുക്ക് ഈ ആവോളം സ്നേഹിച്ചും ബഹുമാനിച്ചും ഒക്കെ പോയിക്കൂടെ? എന്തിനാണ് ഈ തോന്നിവാസമാണ്? ഇതിന്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? ആരെങ്കിലും പിരികേറ്റി തരുമ്പോൾ എന്റെ പൊന്നുമോനെ നീ ഇതിനകത്ത് ബലിയാടാകുകയാണ്. ഇതിന്റെ പിന്നിൽ നടക്കാൻ പോകുന്ന വലിയ പ്രശ്നങ്ങൾ അതെല്ലാം നീ ഒറ്റക്ക് വഹിക്കേണ്ടി വരും. ഒരാൾ താങ്ങാൻ കാണൂല. അതെല്ലാ മതവിശ്വാസികളും മനസ്സിലാക്കുക. ആളുകൾ പിരികേറ്റി തരാനുണ്ടാകും. അത് കേട്ട് പറയാനും മുദ്രാവാക്യം വിളിക്കാനും അടിക്കാനും തരാനും ഒക്കെ പോയാൽ നമുക്ക് തന്നെ നഷ്ടപ്പെടൂ. നമുക്ക് ബാസുരമായൊരു ഭാവിയുണ്ട്. ആ ഭാവിയിൽ ഈ പറയപ്പെട്ട ആളുടെ വീട്ടിലൊന്നും വിധവകളില്ല.
ഈ പറയപ്പെട്ട ആളുകളെ ആരും വീട്ടിൽ ഈ മക്കള് ജോലിയില്ലാതെയും സ്കൂളിൽ പോകാൻ നടക്കുന്നില്ല. ഇതെല്ലാം നഷ്ടപ്പെടുന്ന നമുക്ക് മാത്രമാണ്. അവരെല്ലാം സുദൃഢമായ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ എല്ലാം നശിച്ച് നാറാണക്കല്ലായി നമ്മൾ മാറിപ്പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാൻ, പ്രത്യേകിച്ച് സന്യാസി വര്യന്മാരോട്, നിങ്ങൾ ഈ സാധുക്കളായ മനുഷ്യർക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞുകൂടും. നിങ്ങൾ ഇതൊക്കെ വെച്ച് കാശുണ്ടാക്കി തിന്നുന്നതിന് പകരം ആളുകൾക്ക് ഈ മതത്തിന്റെ ദർശനങ്ങളും നന്മയും ധർമ്മവും ഒക്കെ ഒന്ന് പഠിപ്പിച്ചു.